നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ കവർന്നതായി കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചിരുന്നു. BJPക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഒന്നിലധികം വോട്ടർ കാർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നിർണായകമായ വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഈ സംഭവങ്ങളെയൊക്കെ പ്രകീർത്തിച്ച്, അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലുകളെയും പോരാട്ടങ്ങളെയും പ്രകീർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ പത്രസമ്മേളനങ്ങളും ഉഗ്രപ്രഹര ശേഷിയോടെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പുഴുക്കുത്തുകളെ ചിതറിത്തെറിപ്പിക്കുകയാണ്. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ഉദാഹരണമായി പറഞ്ഞത് ഒരു സ്ത്രീയുടെ മാത്രം ചിത്രം ഉപയോഗിച്ച് 223 തവണ വോട്ട് ചെയ്തു എന്നാണ്. അതിന് മറുപടി എന്നോണം കേരള BJPയിലെ പ്രമുഖനായ ബുദ്ധിജീവി പറഞ്ഞത് കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഒരു ബൂത്തിൽ ചെയ്യുന്ന വോട്ട് 300 തൊട്ട് 400 വരെയാണെന്നും അപ്പോൾ പിന്നെ ആ സ്ത്രീ എങ്ങനെ വോട്ട് ചെയ്തു എന്നും ഒക്കെയാണ്. ഒരു സ്ത്രീയുടെ ചിത്രം ഉപയോഗിച്ച് 223 വോട്ട് ചെയ്തു എന്ന് വെച്ചാൽ ആ ചിത്രത്തിലുള്ള സ്ത്രീ നേരിട്ട് വന്ന് വോട്ട് ചെയ്തതാണെന്നും അതാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിയെന്നും വോട്ട് ചോരിയെന്നും ഒക്കെ പറയുന്ന കേരള BJP ബുദ്ധിജീവിക്ക് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നടക്കുമ്പോൾ നിർബന്ധമായും സബ് ടൈറ്റിൽ കൊടുക്കണം. അതുകൊണ്ട് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള നേതാവിന്റെ ബുദ്ധി ഇതാണെങ്കിൽ കേരളം എന്ന് BJPയിൽ നിന്ന് സേഫ് ആയിരിക്കും. അതാണ് മതേതര കേരളത്തിന്റെ ആശ്വാസം. ഇക്കണക്കിന് ആ ബ്രസീൽ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്ന ആരോപണത്തിന് മറുപടിയുമായി അവർ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന ട്രാവൽ ഡീറ്റെയിൽസ് അദ്ദേഹം പുറത്തുവിടാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെ എന്നും BJPയെ നയിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആക്ഷേപം. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച BJP നേതാവിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുകയാണ്. അതേസമയം ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ കവർന്നതായിട്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഒന്നിലധികം വോട്ടർ കാർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ഇത് തെളിയിക്കാനായി രാഹുൽ പ്രദർശിപ്പിച്ച വോട്ടർ ഐഡികളിൽ ഒന്നിന്റെ ഉടമയായ സ്ത്രീ കള്ളവോട്ട് നടന്നുവെന്ന ആരോപണം നിഷേധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു. ബ്രസീലിയൻ മോഡലിനോട് സാമ്യമുള്ള ചിത്രം പതിച്ചതെന്ന് ആരോപിക്കപ്പെടുന്ന വോട്ടർ കാർഡുള്ള സ്ത്രീകളിൽ ഒരാളായ പിങ്കി ജുഗീന്ദർ കൗശിക്കാണ് തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചത്. വോട്ട് മോഷണം എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും തന്റെ വോട്ട് താൻ തന്നെയാണ് ചെയ്തതെന്നും യുവതി പറഞ്ഞു. തന്റെ വോട്ടർ ഐഡിയിലെ ഫോട്ടോയിൽ നേരത്തെ തന്നെ പിശകുണ്ടായിരുന്നുവെന്നും ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും തിരുത്തിയ കാർഡ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നും പിങ്കിയുടെ പ്രതികരണം. 2024 താൻ നേരിട്ട് പോയാണ് വോട്ട് ചെയ്തത്. അവിടെ വോട്ട് മോഷണം ഒന്നും നടന്നിട്ടില്ല എന്നും പിങ്കി പറയുകയുണ്ടായി. മാത്രമല്ല, ആദ്യം കിട്ടിയ വോട്ടർ കാർഡിൽ ചിത്രം മാറിപ്പോയി. തന്റെ ഗ്രാമത്തിലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ ചിത്രമായിരുന്നു ആ കാർഡിൽ ഉണ്ടായിരുന്നത്. അത് ഉടനടി തന്നെ തിരിച്ചു നൽകുകയും പക്ഷെ ഇതുവരെ തിരുത്തിയ കാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നും പിങ്കി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2024 തിരഞ്ഞെടുപ്പിൽ തന്റെ വോട്ടർ സ്ലിപ്പും ആധാർ കാർഡ് ഉപയോഗിച്ചാണ് താൻ വോട്ട് ചെയ്തത് എന്നും പിങ്കി വ്യക്തമാക്കി. തെറ്റ് BLOയുടെയോ തിരഞ്ഞെടുപ്പ് ഓഫീസിന്റെയോ ഭാഗത്തായിരിക്കണം. അതെങ്ങനെ തന്റെ തെറ്റാകും? ഈ തെറ്റ് ആദ്യമായി സംഭവിച്ചപ്പോൾ തന്നെ ഞങ്ങൾ തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പിങ്കി വ്യക്തമാക്കിയിരിക്കുകയാണ്. പിങ്കി നേരിട്ടാണ് വോട്ട് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തല്ല എന്നും അവരുടെ ഭർത്തൃ സഹോദരനും പ്രതികരിക്കേണ്ടായി. കഴിഞ്ഞ ദിവസം നിർണായകമായ പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതേ മോഡലിന്റെ ഫോട്ടോയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീയായ മുനീഷ് ദേവിയുടെ ഭർത്തൃ സഹോദരനും ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. മുനീഷ് ദേവി ഇപ്പോൾ സോനിപത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ അവർ കുടുംബമായി മക്രോലി ഗ്രാമത്തിലെ വീട്ടിൽ നിന്നാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തനിക്ക് തിരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ വരികയുണ്ടായി. മുനീഷിന്റെ വോട്ടർ കാർഡ് അയക്കാൻ ആവശ്യപ്പെട്ടു. താൻ അത് അയച്ചു. താൻ തന്റെ അമ്മയെയും നാത്തൂനെയും ഒരുമിച്ചാണ് വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുവന്നത്. 2024 തിരഞ്ഞെടുപ്പിൽ അവർ സ്വന്തമായി വോട്ട് ചെയ്തു. അല്ലാതെ വോട്ട് മോഷണമൊന്നും നടന്നിട്ടില്ല എന്നും ഞങ്ങളുടെ കുടുംബം വോട്ട് വിറ്റിട്ടില്ല എന്നും തെറ്റായ ഡേറ്റകൾ ഓപ്പറേറ്റർമാരുടേതാണെന്നും ഞങ്ങളുടേതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചെയ്തത് വോട്ട് അട്ടിമറിയിലൂടെയാണെന്ന് ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. ഹരിയാനയിലെ വോട്ടർ പട്ടികയിലെ 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷത്തിലേറെയും വ്യാജ വോട്ടർമാരാണെന്ന് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5 ലക്ഷം ഇരട്ട വോട്ടുകളാണ്. 93,174 വോട്ടുകൾ വ്യാജവിലാസങ്ങളാണ്. 19 ലക്ഷം ബൾക്ക് വോട്ടുകളാണ്. വോട്ടർ പട്ടികയിൽ 8 തട്ടിപ്പാണെന്നും H ഫയൽസ് എന്ന പേരിൽ നടത്തിയ വെളിപ്പെടുത്തൽ രാഹുൽ
ഗാന്ധി പറഞ്ഞിരുന്നു. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും വോട്ട് മോഷണത്തിലൂടെയാണ് BJP ജയിച്ചത്. ഹരിയാനയിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് വ്യാപക തട്ടിപ്പ് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 22,779 വോട്ട് മാത്രമാണ് കോൺഗ്രസും BJPയുമായുള്ള വ്യത്യാസം. ആകെ വോട്ട് വ്യത്യാസം 1 ലക്ഷം മാത്രം. ഒരു സ്ത്രീയുടെ ഫോട്ടോ തന്നെ 223 വോട്ടർമാരുടേതായി ഉപയോഗിച്ചു. 1 ലക്ഷം വോട്ടുകളിൽ വ്യാജ ഫോട്ടോയാണ്. വ്യാജ വോട്ടുകൾ തിരിച്ചറിയാൻ കമ്മീഷൻ പ്രത്യേക സോഫ്റ്റ്വെയർ സംവിധാനമുണ്ട്, എങ്കിലും അത് ഉപയോഗിച്ചിട്ടില്ല. BJPയെ സഹായിക്കാനാണ് ഇത് ചെയ്യുന്നത്. പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ ഹരിയാനയിൽ 73 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിലായിരുന്നു. BJP 17 മാത്രമാണ് ലീഡ് ചെയ്തിരുന്നത്. എന്നാൽ ബാലറ്റ് വോട്ട് എണ്ണിയപ്പോൾ BJP 48 സീറ്റ് നേടിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബ്രസീലുകാരിയായ മോഡലിന്റെ ചിത്രം ഹരിയാനയിൽ കള്ളവോട്ടിനായി BJP വ്യാപകമായി ഉപയോഗിച്ചുവെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. 8 22 വട്ടമാണ് ബ്രസീൽ മോഡൽ വോട്ട് ചെയ്തത്. സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിൽമ തുടങ്ങിയ പേരുകളാണ് ഈ ഫോട്ടോ പട്ടികയിൽ പേരുള്ളത്. ബ്രസീൽ ഫോട്ടോഗ്രാഫറായ മതിയസ് ഫെറാരോ എടുത്ത ചിത്രത്തിലെ മോഡലാണ് പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും രാഹുൽ പറഞ്ഞു. ഒരു ഫോട്ടോ തന്നെ ഉപയോഗിച്ച് 223 വോട്ടുകൾ വരെ ചെയ്തിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ പുറത്തു വരാതിരിക്കാനാണ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത്. UPയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളും ഹരിയാനയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ജയിക്കാനായി ആരെ കൊണ്ടുവന്നും വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ വീഡിയോയും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വ്യാപകമായി കള്ളവോട്ട് ചേർത്തത് പുറത്തുവന്ന ഘട്ടത്തിലായിരുന്നു ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത്. ആ ഒരു വീഡിയോയും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയുണ്ടായിരുന്നാലും ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം BJPക്കെതിരെ ഉന്നയിച്ചത്. നേരത്തെയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വോട്ട് ചോർന്നു വന്ന ആരോപണങ്ങൾ. അതിന് പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിർണായകമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.